ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പപ്പടവും ചമ്മന്തിയും കൂടെ ചേർത്ത് അടിപൊളി ടേസ്റ്റിലൊരു പപ്പട ചമ്മന്തി റെഡിയാക്കാം. ഇതിൽ പപ്പടവും ചമ്മന്തിയും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ ചോറിൻ്റെയും കഞ്ഞിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഉണക്കമുളകും വേപ്പിലയും ചുവന്നുള്ളിയും എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. മുളക് പൊടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഉണക്കമുളകും ഉള്ളിയും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിലോട്ടൊരു 11ഓളം ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കമുളകും ഉള്ളിയും എല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ സാധാരണ ചമ്മന്തി പിടിച്ചെടുക്കുന്ന അതേ രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഓവറായി അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പപ്പടം കൈവച്ചൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് മിക്സിയിൽ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൈവച്ചതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 4 പപ്പടമാണ് എടുത്തിരുന്നത്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പപ്പടവും ചമ്മന്തിയും കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും പപ്പടവും എല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സായി വരണം. ഈ ഒരു ചമ്മന്തിയിൽ നമ്മൾ പപ്പടം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സാധാരണ തേങ്ങ മാത്രം വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയേക്കാളും ടേസ്റ്റ് ആയിരിക്കും പപ്പടം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇപ്പോൾ ചമ്മന്തി ഇവിടെ നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെയും കഞ്ഞിയുടെയും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. Thank you.